ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അത്ലറ്റിക്സ്. വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി എന്നറിയാം, എങ്കിലും ഇന്നൊരു ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. ബൈ ദി വേ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഞാനൊരു ഐഫോൺ 16 പ്രോക്ക് വേണ്ടി വാങ്ങിയ കേസാണ്. ഡിറ്റാക്ക എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഇതൊരു ഭയങ്കര ബ്രാൻഡൊന്നുമല്ല, എനിക്കൊന്നൊരു ചൈനീസ് ബ്രാൻഡാണെന്ന്. നമ്മളുടെ പിത്താക്ക എന്നൊരു ബ്രാൻഡുണ്ട്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതായത് ഐഫോണിൻ്റെ ഒക്കെ കേസുകൾ 7,000 8,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കിട്ടുക. ഇതെനിക്കൊന്നു അവരുടെ കമ്പനീനെ ഇൻസ്പയർ ആയിട്ട് വന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. ഏതായാലും ഇവരുടെ ക്വാളിറ്റി കേസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞല്ലോ 16 പ്രോ വാങ്ങിയപ്പോൾ ഒരു നിയർ ബൈ മൊബൈൽ സ്റ്റോറിൽ ചെന്ന് ആക്സസറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് നോക്കി കേസൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു കേസ് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതായത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു കളറ് 16 പ്രോയ്ക്കില്ല, ബാക്കിയുള്ള മോഡലൊക്കെ ഉണ്ടായിരുന്നു, അതായത് 14 പ്രോ അതുപോലത്തെ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അന്നത് വാങ്ങാതിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളേതായാലും പുതിയ ഐറ്റം വരികയാണെങ്കിൽ, ഈ സെയിം ഐറ്റം വരികയാണെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇന്നലെ വിളിച്ചു. അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് സാധനം കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഐറ്റം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നില്ല, നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ നല്ല അത്യാവശ്യം ഹാർഡാണ്. ഇവിടെയൊക്കെ നല്ലൊരു സോഫ്റ്റ് ടച്ച് ഉണ്ട് അല്ലേ, നല്ലൊരു വെൽവെറ്റ് പോലത്തെ ഒരു സോഫ്റ്റ് ടച്ച്. ഓക്കെ, നല്ല ഹാർഡുമാണ് അത്യാവശ്യം. ക്യാമറ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ബട്ടൺസൊക്കെ നല്ല പഞ്ചിയറും നല്ല എന്താ പറയുക, നല്ല നല്ല ഫീഡ്ബാക്കുള്ള ബട്ടൺസാണ്. ഭയങ്കര ഹാർഡായിട്ടൊന്നുമല്ല, അത്യാവശ്യം ക്ലിക്കബിളാണ്. ഇവിടെ ക്യാമറ കൺട്രോളിൻ്റെ ഇവിടെ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാനിയാർഡ് പോർട്ടുണ്ട്. ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് വോളിയം റോക്കേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ആക്ഷൻ ബട്ടൺ. ഈ കളർ ബൈത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഈ ഒരു ഓഫ് വൈറ്റ് ഗ്രേ മിക്സ്, ഗ്രേ ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം കളറിൽ എനിക്കൊന്ന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളറാണ്. ഞാൻ എല്ലാ കേസും ഇട്ട് നോക്കി, പക്ഷേ ഇതിട്ടിപ്പോൾ നല്ലൊരു എൻഹാൻസ് ചെയ്തു നമ്മളുടെ ഫോണിനെ തന്നെ. ആക്ച്വലി ഞാൻ ഭയങ്കര ഒരു കേസ് ലഫറാണ്. അതായത് ഒരുപാട് പൈസ ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട് കേസിന്. എൻ്റെ ഇവിടെയൊക്കെ തന്നെയുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ, ഇഷ്ടംപോലെ. ഇതൊക്കെ എൻ്റെ 13 പ്രോ കേസ് കളക്ഷൻസ് ആണ്, കണ്ടില്ലേ. ഇത് യൂസ്ഡ് ആണ്. ഇത് ആർക്കും വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വരാം. ഓക്കെ, വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ അതിൽ നിന്ന് ഒന്ന് പോൾ ചെയ്തിട്ട് വേണ്ടവരെ അറിയിക്കാം. ഇത് ഭയങ്കര ബ്രാൻഡ് ന്യൂ കേസൊന്നുമല്ല, പലതും ഉപയോഗിച്ചിട്ടും ചെറിയ ചെറിയ പരിക്കൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ കയ്യിൽ ഈ കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഓക്കെ, അല്ലേ. ഇങ്ങനെ ഒരു 10-15 കേസ് ഉണ്ട്. ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു ആക്ച്വലി. കുറേയൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്, തീരെ പോയതൊക്കെ. ഈ കേസ് ഞാൻ അധികം ഉപയോഗിച്ചിട്ട് പോലില്ല. ഇതിന് 1000 സംതിങ് റുപ്പീസ് ഉണ്ടായിരുന്നു. ഇത് റിങ്കി എന്നുള്ളൊരു കേസ് ബ്രാൻഡിൻ്റെയാണ്, ആക്സസറി ബ്രാൻഡിൻ്റെയാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല ഡ്യൂറബിൾ ആൻഡ് മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനുള്ള സാധനമാണ്. നമുക്കിപ്പോൾ ഭയങ്കര അഡ്വഞ്ചർ കാര്യത്തിന്, വല്ല ട്രക്കിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യാൻ, ഫോൺ യൂസേജിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു നമ്മളുടെ ഈ കേസ്. ഞാനിതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. പ്രൈസ് ഇതിന് അവർ 500 റുപ്പീസാണ് സെല് ചെയ്യുന്നത്. എനിക്ക് 450 റുപ്പീസിന് കിട്ടി. ഇത് ഞാൻ അതുപോലെ തന്നെ ഈ ഒരു കളർ കാണാഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് തപ്പി നോക്കി ഈ സെയിം സാധനം കിട്ടുമെന്ന്. പക്ഷേ എവിടെ ഈ ഒരു കളർ കിട്ടുന്നില്ല. ഇത് ഭയങ്കര റെയറായിരുന്നു. പക്ഷേങ്കിൽ അവർ 400 റുപ്പീസിനൊക്കെ ഈ സെയിം മോഡലിൻ്റെ വേറെ കളർ കിട്ടുമെന്ന് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു, ലെതർ കളറൊക്കെ. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. സോ ഫൈൻ, ഐ ഗോട്ട് ഇറ്റ്. ഏതായാലും നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ കേസ് ഉണ്ടോ നിങ്ങൾ പറയുക. നിയർ ബൈ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇതിൻ്റെ ലോങ് ടേം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാണുമ്പോൾ ഏതായാലും ക്വാളിറ്റി ഉണ്ട്, ഏതായാലും ഡ്യൂറബിൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, ഏതായാലും പല വീഡിയോസും എൻ്റെ പ്ലാനിങ്ങിലുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ, ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും
ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു സോ മച്ച്.